ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് എടുക്കുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഗീതാ മഹാത്മ്യത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 26 ശ്ലോകങ്ങളുണ്ടായിരുന്നു. അത് 27 ശ്ലോകം വരെ എടുത്തു. അപ്പോൾ അതിനൊരു ചെറിയ റീക്യാപ്പ് എടുക്കാം നമുക്ക്. വളരെ വലുതായിട്ട് എലാബറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ചെറിയൊരു റീക്യാപ്പ്. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ ശരശൈലയിലായി. ഈ വിവരം പറയാൻ വേണ്ടി സഞ്ജയൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നും ഹസ്തിനാപുരത്ത് എത്തുന്ന അദ്ദേഹത്തോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് എന്താണ്? ധർമ്മക്ഷേത്ര കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവ ചൈവ കിം അകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു സഞ്ജയ. അപ്പോൾ ഈ കുരുക്ഷേത്രത്തിന് എന്തുകൊണ്ടാണ് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നതും എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്ന് പറഞ്ഞത് എന്തെന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാണ്. ഇത് ആദ്യത്തെ ശ്ലോകം. ഈ ഒറ്റ ശ്ലോകമാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. 2ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ മറുപടി പറയുന്നുണ്ട്. ദൃഷ്ടാതു പാണ്ഡവാലീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യ ഉപസംഗമ്യ രാജാവചനം അബ്രവീത്. അതായത് ദൃഷ്ടേകം പാണ്ഡവർ മഹതിം ചമം, അതായത് പാണ്ഡവരുടെ യുദ്ധ സന്നാഹങ്ങൾ കണ്ടിട്ട് വ്യൂഢൻ രചിച്ചത് കണ്ടിട്ട് ആചാര്യ ഉപസംഗമ്യ, ആചാര്യന്റെ അടുക്ക ചെന്നിട്ട് രാജ, അതായത് ദുര്യോധൻ വചനം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. ഇത് 2ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞ് 3ാമത്തെ ശ്ലോകം മുതൽ 6ാമത്തെ ശ്ലോകം വരെ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ എത്തുന്നത് പാണ്ഡവരുടെ സേന വിന്യാസത്തിനെ കുറിച്ചും ആരൊക്കെയാണ് അവിടെ സേനാമൂത്ത് നിൽക്കുന്നതും ഭീമൻ, അർജുനൻ, ദൃഷ്ടദ്യുമ്നൻ ഇവരെ കുറിച്ചൊക്കെ പറയുക. ബാക്കി എല്ലാ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു. ഈ സമയത്ത് ദുര്യോധനൻ തോന്നിയുടെ ഈ നമ്മൾ ശത്രുക്കളെ കുറിച്ച് വർണ്ണിക്കുമ്പം സ്വന്തം സേനയുടെ മനോബലം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് 7ാമത്തെ ശ്ലോകം മുതൽ 10ാമത്തെ ശ്ലോകം വരെ ദുര്യോധനൻ സ്വന്തം സേനയെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് തോന്നി ഇത് പറയുന്ന ആരോടാണ്? ദ്രോണാചാര്യരോടാണ്. പക്ഷെ സേനാനായകൻ ആരാണ്? ഭീഷ്മരാണ്. ഭീഷ്മർക്ക് ഇറിറ്റേഷൻ തോന്നുന്നതിനായിട്ട് 11ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയും, ഭീഷ്മരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളോ, സൂക്ഷിച്ചോളോ, അദ്ദേഹത്തിന് കുഴപ്പമൊന്നും വരരുതെന്ന്. ഇത് കേട്ടപ്പോൾ 12ാമത്തെ ശ്ലോകത്തിൽ ഭീഷ്മർ തന്റെ ശംഖ് എടുത്തു വന്നു. പിന്നെ കൗരവരും പാണ്ഡവരും അവരുടെ ശംഖ് ഏതാണ്ട് 18ാമത്തെ ശ്ലോകം വരെ ഇവർ ഈ ശംഖനാദങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 19ാമത്തെ 20ാമത്തെ ശ്ലോകം സഞ്ജയനാണ് പറയുന്നത്. 21ാമത്തെ സഞ്ജയൻ പറയുന്നു, അതായത് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാന്റെ കൊടിയടയാളമുള്ള തേരിലിരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ തീർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരുന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? അർജുനൻ പറഞ്ഞു. 21ാം ശ്ലോകം പറഞ്ഞെന്തുവാ? സേനയോരുപയോർ മധ്യ രഥം സ്ഥാപയമേ അച്യുത യാവതേത നിരീക്ഷേകം യൂത്ത് കാമാൻ അവസ്ഥിത. ഹേ കൃഷ്ണ, ഹേ അച്യുത. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി സംഭവിക്കാത്തവൻ, ഒരിക്കലും നാശമില്ലാത്തവൻ, അത് ഭഗവാൻ.
ഭഗവാൻ കൃഷ്ണനോട് പറയുന്നത്, ഹേ അച്യുത, രണ്ട് സേനയുടെ മധ്യത്തിൽ, സേനയോർ ഉഭയോർ മധ്യ രഥം സ്ഥാപയമേ അച്യുത, ഏ അച്യുത, രണ്ട് സേനകളുടെ മധ്യത്തിൽ രഥം കൊണ്ട് നിർത്തണം. എന്തിനാണ്? യാവതേതാ നിരീക്ഷേകം യൂത്ത് കാമാൻ അവസ്ഥാൻ. യുദ്ധത്തിനായി ആരൊക്കെയാണ്, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ആരൊക്കെയാണ് വന്നെന്ന് ഞാനൊന്ന് കാണട്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാൻ പറഞ്ഞു, ഭാരത 25-ാം ശ്ലോകം പറഞ്ഞു, ഇവിടെ ഒത്തുകൂടിയ കുരുവംശനെ നീ നോക്ക്, ആരൊക്കെയുള്ള നീ നോക്ക്, കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് രണ്ട് സേനയുടെ മധ്യത്തിൽ വന്നിട്ട് അർജുനൻ നോക്കുമ്പോൾ അർജുനൻ കാണുന്നത്, അതായത് നമ്മളുടെ ഒരു ദൃഷ്ടി അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് മനസ്സിലാവും. ഒരു വസ്തുവിനെ കാണുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ല. പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഗുണങ്ങളുണ്ട്. പ്രകൃതിയുടെ 3 ഗുണമുണ്ട്. ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പം തമോ ഗുണം എന്ന് പറയുന്നത് മടി, വളരെ ക്രൂരത, ഇതൊക്കെ ചെയ്യണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ പാഷനേറ്റ് നേച്ചർ, എനിക്കത് വേണം, ഇത് വേണം, മറ്റേ മൊബൈൽ വേണം, ഈ കാർ വേണം, 4 വീട് വേണം, ഒത്തിരി മുടിയുള്ള ഭാര്യ വേണം, ഒത്തിരി നീളമുള്ള ഭർത്താവിനെ വേണം, കുട്ടികൾ, ഇതൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ വരുന്നത് ഇതെല്ലാം രജോ ഗുണത്തിലാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഒരുവിധം ശാന്തമായ മനസ്സ്, ആധ്യാത്മിക ചിന്തകളൊക്കെ ഒരു സത്വഗുണത്തിലാണ്. ഈ ഗുണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം, ഈ കുറച്ച് സത്വഗുണം അരക്കിലോ സത്വഗുണം അല്ലെങ്കിൽ അരക്കിലോ രജഗുണം തരുന്നില്ല. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു, നമ്മൾ ഏത് ഗുണമുള്ള ആൾക്കാരുമായിട്ട് സംസർഗം ചെയ്യുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ഇതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആ ഗുണവിശേഷങ്ങൾ ഡെവലപ്പ് ആകുന്നത്. ഒരു സ്ത്രീ തൻ്റെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, മുല കൊടുക്കുന്നു. ഇത് കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 3 വ്യക്തികൾ, ഒരു സത്വഗുണി, ഒരു രജോഗുണി, ഒരു തമോ ഗുണിയും 3 വിധത്തിലായിരിക്കും അതിനെ കാണുന്നത്. പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം എന്തും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടി കാണുന്നു, അത് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ, വികാരങ്ങൾ നമ്മളുടെ ഗുണത്തെ ആശ്രയിച്ചിരിക്കും. ഇവിടെ അർജുനന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ അർജുനൻ കാണുന്നത്, ദുര്യോധനൻ കാണുന്ന ആദ്യം പറയുന്ന, ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ പാണ്ഡവ പക്ഷത്തെ കാണുമ്പോൾ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതൊന്നും പറയുന്നില്ല, ശത്രു അനുഭവത്തോടെ കാണുന്നത്. കാര്യം രജോ ഗുണമാണ് ദുര്യോധനൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അർജുനൻ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പിതാമഹൻ, തൻ്റെ ഗുരു, തൻ്റെ സഹോദരപുത്രന്മാർ, സുഹൃത്തുക്കൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആകെ തകർന്നു. അതാണ് 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ദൃഷ്ടേകം സ്വജനം കൃഷ്ണ, എൻ്റെ സ്വന്തം ജനങ്ങളെ കണ്ടിട്ട്, ദൃഷ്ടേകം സ്വജനം കൃഷ്ണ യൂത്സം സമുപസ്ഥിത സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഏ കൃഷ്ണ, ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന എൻ്റെ സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് സീതന്തി മമ, എൻ്റെ അവയവങ്ങളെല്ലാം തളരുന്നു. സീതന്തി മമ ഗാത്രാണി മുഖം ച പരുഷ, എൻ്റെ മുഖങ്ങളെല്ലാം ചുട്ടു പൊള്ളുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള 3 ശ്ലോകങ്ങളിലായിട്ട് അർജുനൻ പറയുന്നതാണ്, എൻ്റെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, എൻ്റെ വില്ല് ഗാണ്ഡീവം കഴിഞ്ഞ് വഴുതുന്നു, തൊലി ചുട്ടു പൊള്ളുന്നു, എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി കഴിയുന്നില്ല. അതായത് അർജുൻ തളർന്നു പോവാണ്. ഇത്രയായിരം ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കൊല്ലണമെന്ന് ആലോചിക്കുമ്പോൾ അർജുനന് തൻ്റെ വിജയത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അർജുനൻ ഒരിക്കലും പറയുന്നില്ല ഇവരുമായിട്ട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, ഭീഷ്മരെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും, ദ്രോണാചാര്യ ഏറ്റവും വലിയ ആയുധാരിയല്ലേ, ഇവരെയൊക്കെ, ഇതൊന്നുമല്ല അർജുനൻ പറയുന്നത്. അർജുനൻ പറയുന്ന ഇവരെ എങ്ങനെ വധിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ജയിക്കും എന്നുള്ളതിൽ അർജുനന് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അർജുനന് തോൽക്കുമെന്നുള്ള ഭയമൊന്നുമല്ല. അർജുനന്റെ ഭയമല്ല തളർത്തുന്നത്, അർജുനന്റെ അനുകമ്പയാണ്, അറ്റാച്ച്മെൻ്റാണ്, അതാണ് തളർത്തുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അത് 32, 31, 34 ശ്ലോകങ്ങളെല്ലാം അത് വളരെ ഫിലോസഫിക്കലായിട്ട് തത്വപരമായിട്ടാണ് പറയുന്നത്. ബന്ധുക്കൾ യുദ്ധത്തിൽ കൊണ്ട് എങ്ങനെ എന്ത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല. അത് വളരെ മനോഹരമായ ശ്ലോകമാണ്. നജ ശ്രേയോ അനുപശ്യാമി, അനുപശ്യം കാണുന്നില്ല, എന്ത് ശ്രേയസ്, ഇവരെ കൊല്ലേണ്ട ശ്രേയസ്സൊന്നും ഞാൻ കാണുന്നില്ല. ഹത്വ സ്വജനമേഹി, സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് എന്താണ്, ഞാൻ അവിടെ ശ്രേയസ്സും പ്രേയസ്സും നമ്മളുടെ വ്യത്യാസവും പറഞ്ഞത്. ഇന്നാകാംക്ഷ വിജയം, എനിക്കൊരു വിജയം ആവശ്യമില്ല. എന്നാ രാജ്യം സുഖ, എനിക്ക് രാജ്യസുഖം ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആരെയും കൊല്ലണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി. അതാ 32 മുതൽ 35 ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത്, ഹേ ഗോവിന്ദ. അതിനകത്ത് അവിടെ ഭഗവാന് ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത്. രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം?
ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നു അവരെല്ലാം സ്വത്തും പ്രാണനും കൂടി ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃബഹാന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശശരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കെങ്കിൽ 3 ലോകം, അതായത് ത്രൈലോക്യം നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിന് വേണ്ടി അവരെ കൊല്ലാനാകുക? ജനാർദ്ദന, ധൃതരാഷ്ട്രരെ ഹിംസിച്ചിട്ട്, ധൃതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് അവരെ പറയുന്നത്, ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? അപ്പോൾ ആക്രമികളെ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. അർജുൻ ചിന്തിക്കുന്നത് വളരെ വൈഡായിട്ടാണ്. പുത്രന്മാരെ സുഹൃത്തുക്കളെ ഹിംസിക്കുന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് കേടാണ്? ഞങ്ങൾക്ക് എങ്ങനെ സൂഹിക്കാൻ കഴിയും? ഇങ്ങനെ 37, 38 പറഞ്ഞു കഴിഞ്ഞിട്ട് 39ാമത്തെ ശ്ലോകം മുതലാണ് വളരെ ഫിലോസഫിക്കൽ അർജുനൻ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 36, 37 ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞു, അർജുനൻ കൺമുന്നിൽ കാണുന്നത് ശത്രുക്കളെയല്ല മിത്രങ്ങളെയാണ്. ആ സൈഡിൽ നിന്നുകൊണ്ട് ദുര്യോധനൻ നോക്കുമ്പോൾ ഇവിടെ മിത്രങ്ങളല്ല ശത്രുക്കളെയാണ് കാണുന്നത്. സീനറി 1 വിഷൻ 2. അതായത് നമ്മുടെ ശാസ്ത്രപ്രകാരം ഒരു കാര്യം ഗ്രഹിക്കാൻ നമുക്ക് 3 തരത്തിലുള്ള ദൃഷ്ടികളുണ്ട്. അജ്ഞാനദൃഷ്ടി, ജ്ഞാനദൃഷ്ടി, പ്രേമദൃഷ്ടി. ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് ആദ്യം അജ്ഞാനദൃഷ്ടി ഒന്ന് നോക്കാം. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് മലിനമാണെങ്കിൽ കണ്ണുകൾ, ആ മലിനമായ മനസ്സും കണ്ണുകളുമായി ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെ കാര്യങ്ങളെ കാണുന്നതിനാണ് അജ്ഞാന ദൃഷ്ടി എന്ന് പറഞ്ഞാൽ. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നു. നമ്മൾ കാണുമ്പോൾ അമ്മ കുട്ടിക്ക് ടീക്ക് നോർമൽ ഇതാണ് കൊടുക്കുന്നു. പക്ഷെ ഈ മലിനമായ മനസ്സുള്ള ഒരു വ്യക്തി നോക്കി അവിടെ നിൽക്കുന്നത് കുട്ടിയെ അമ്മയെ ആയിരിക്കത്തില്ല. എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അത് മലിനമായ മനസ്സ്, ആ ദൃഷ്ടിയുമായുള്ള സമ്പർക്കത്തിൽ അത് എല്ലാം എന്ത് കണ്ടാലും അങ്ങനെയായിരിക്കും. അവരുടെ ദൃഷ്ടികോണിലെല്ലാം അങ്ങനെ കാണത്തുള്ളവർ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൊണ്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കണം അവർ സഹോദര സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും സംസാരിച്ചോട്ടെ. അപ്പം മലിനമായ മനസ്സുള്ളവൻ ആ മലിനമായ ദൃഷ്ടിയോടെ നോക്കുമ്പോൾ കാണുന്നത് കാമുകനും കാമുകി. അപ്പം അവർക്ക് എന്തും അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അതായത് എന്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വിചാരിക്കുന്നത് ഇവൻ അടിച്ചുകൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ഇവർ പ്രേമമാണ്, ഇതാണ്. അതല്ല ഈ സദാചാര പോലീസൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. മലിനമായ ദൃഷ്ടി, അതാണ് അജ്ഞാന ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൃഷ്ടിയാണ് അർജുനന് ദുര്യോധന ഏറ്റവും കൂടുതലുള്ളത്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ആയുധ പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടുപേരും നമ്മുടെ കോമ്പറ്റീഷൻ ആരാണ്? യുധിഷ്ഠിരും ദുര്യോധനുമായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവരൊരു പരീക്ഷണം വെച്ചു. അത് വെച്ചത് ഭീഷ്മരും ദ്രോണാചാര്യരോടാണ്. രാവിലെ ദുര്യോധനോട് പറഞ്ഞു, നീ രാജ്യം മൊത്തം കറങ്ങിയിട്ട് വരിക, വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ചെത്തണം. എവിടെല്ലാം പോകുമ്പോൾ നിന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് വരണം. ആ ആളിനെ കൂട്ടിക്കൊണ്ട് വരണം. ആളിനെ കണ്ടെന്ന് പറഞ്ഞാൽ മതി. ആരാണ്, പേരും അഡ്രസ്സും ഒക്കെ, പാൻ കാർഡും ആധാർ കാർഡും ഒന്നും വേണ്ട, ജസ്റ്റ് കണ്ടിട്ട് വന്നാൽ മതി. ആരാന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ശ്രേഷ്ഠനെന്ന് പറയണം. അതേ സമയത്ത് തന്നെ യുധിഷ്ഠിരോട് പറഞ്ഞു, നീ പോയിട്ട് നിന്നേക്കാൾ അധമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു താഴെ, അതായത് ഒരു ലെവലിന് താഴെ വ്യക്തിയാണ് അധമൻ എന്ന് പറയുന്നത്. അതിന് പർട്ടിക്കുലർ വേർഡ് മീനിങ് ഉണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു അധമനായ വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് വരണം. 2 പേരും രാവിലെ 8 മണിക്ക് വിട്ടു, വൈകിട്ട് 5 മണിക്കുള്ളിൽ വരണം. 5 മണി ആയപ്പോഴത്തേക്കും ദുര്യോധനൻ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു വ്യക്തി എനിക്ക് കാണാൻ പറ്റിയില്ല, ഏറ്റവും ശ്രേഷ്ഠൻ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആരിലും ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നില്ല, ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഞാനാണെന്ന് പറഞ്ഞു. അജ്ഞാന ദൃഷ്ടിയാണത്. അത് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിർ വന്നു. യുധിഷ്ഠിർ പറഞ്ഞു, നിന്നേക്കാൾ അധമനായ ഒരു വ്യക്തിയെ കണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അത് ഞാൻ എല്ലാം അന്വേഷിച്ച് വരുന്ന വഴിക്ക്, അപ്പോൾ അന്നത്തെ ദിവസം ഏകാദശിയായിരുന്നു. ഒരു വ്യക്തി കുടിക്കാൻ വെള്ളം കോരുന്നത് കണ്ടു. അപ്പം അന്നത്തെ കാലത്തെ ഏകാദശി എന്ന് പറഞ്ഞാൽ നിർജ്ജല ഏകാദശിയാണ്. വെള്ളം കുടിക്കത്തില്ല, ജലപാനം ചെയ്യത്തില്ല ഏകാദശിക്ക്. ഇപ്പോഴും നമ്മുടെ ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് സുഖമില്ലാതെ വരെ ഞാനും ഏകാദശി നിർജ്ജലയാണ് ചെയ്യുന്നത്. ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ആയുർവേദ മരുന്നെല്ലാം ലിക്വിഡ് ആയതുകൊണ്ട് നിർജ്ജല നോക്കാൻ പറ്റില്ല. നമുക്ക് നിർജ്ജല നോക്കാൻ പറ്റും. ഇന്ന് രാത്രി 12 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പിന്നെ വെള്ളം കുടിക്കത്തില്ല, നാളെ പകൽ കുടിക്കത്തില്ല, നാളെ രാത്രി കുടിക്കില്ല, മറ്റന്നാളെ പാരൻ ടൈമിൽ വെള്ളം കുടിച്ച് നമുക്ക് നോയമ്പ് വിടാം. അപ്പം നിർജ്ജല ഏകാദശി ദിവസം വെള്ളം കോരുന്നത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവനാണ് ഏറ്റവും അധമനായ വ്യക്തി. ഞാൻ നിശ്ചയിച്ചു. അപ്പോൾ എന്നേക്കാൾ അധമനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. കാരണം ഞാൻ ഏകാദശിക്ക് വെള്ളം കുടിക്കില്ല, ഇവ വെള്ളം കുടിക്കാനാണല്ലോ. അതുകൊണ്ട് ഏറ്റവും അധമനായ വ്യക്തി അവനാണെന്ന് ഞാൻ വിചാരിച്ചു.
അങ്ങനെ അടുത്ത് ചെന്ന് അവനോട് ഞാൻ ചോദിച്ചു, ഇന്ന് ഏകദേശമായിട്ട് നീ കുടിക്കാൻ വെള്ളം കോരുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു, അത് എനിക്കല്ല രാജാ, ഞാൻ എൻ്റെ പശുക്കൾക്ക് കൊടുക്കാനാണ് കോരുന്നതെന്ന് പറഞ്ഞു, ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും അധമൻ ഞാനാണ്. കാരണം ഞാൻ ഒരു തെറ്റായ ദൃഷ്ടി കൊണ്ടൊരു വ്യക്തിയെ കണ്ടു, അജ്ഞാന ദൃഷ്ടി കൊണ്ട് ഞാൻ കണ്ടു. അങ്ങനെ രണ്ടുപേരും തിരിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അർജുനൻ്റെ യുദ്ധഭൂമിയിൽ അജ്ഞാന ദൃഷ്ടി കൊണ്ട്, അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ്. ഇതാണ് അജ്ഞാന ദൃഷ്ടി. ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനദൃഷ്ടി നമ്മളൊരു വസ്തുവിനെ, വ്യക്തിയോ കാണുമ്പോൾ അതിലെ നല്ലത് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ആ കാണുന്ന വ്യക്തിയുടെ മനസ്സിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും കാണുന്നത്. അജ്ഞാന ദൃഷ്ടി എന്ന് പറയുമ്പം ആ വ്യക്തിയിലുള്ള സ്വഭാവം രജോ ഗുണമാണോ തമോ ഗുണമാണോ സത്വഗുണമാണോ, സത്വഗുണം കാണില്ല. അജ്ഞാനദൃഷ്ടിക്കാരന് സത്വഗുണം ഒരിക്കലും കാണുന്നില്ല, സത്വഗുണിക്ക് അജ്ഞാനദൃഷ്ടി പരത്തുമില്ല. അപ്പം ജ്ഞാനദൃഷ്ടിയുള്ള വ്യക്തി മനസ്സിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കും. ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാസ്തവികതയെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അജ്ഞാനം. പ്രേമദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം പ്രേമത്തിൽ. അത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ യശോദമായി കൃഷ്ണനെ എന്തെല്ലാം തെറ്റ് ചെയ്താലും ശരി വഴക്ക് പറയല്ല, ഒരിക്കലും അടിച്ചിട്ടില്ല. അത് പ്രേമം, ഔട്ട് ഓഫ് ലവ്. ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തിൻ്റെ പരം കാഷ്ടയാണത്. തൈര് കൂടെ ഉടച്ചു, നെയ്യുടെ പാത്രമെല്ലാം ഉടച്ചു, മോര് എല്ലാം കഴിഞ്ഞു, വെണ്ണയെല്ലാം വാരി കുരങ്ങന്മാർക്ക് കൊടുത്തു, അയൽത്തുകാർ വന്ന് പരാതി പറഞ്ഞു, മണ്ണ് വാരി തിന്നു. വടിയും കൊണ്ട് പുറയിൽ ഓടുകയല്ലാതെ ആ ഓടിച്ചെന്ന് പിടിക്കുമ്പോൾ ഒരു മധുരമായ പുഞ്ചിരി കൊടുക്കുമ്പോൾ ആ പുഞ്ചിരി കാണുമ്പോൾ യശോദമായി ഉരുകിപ്പോവും. കാരണം പ്രേമദൃഷ്ടിയിലൂടെയാണ് കാണുന്നത്. അപ്പോൾ 3 ദൃഷ്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു: അജ്ഞാനദൃഷ്ടി, ജ്ഞാനദൃഷ്ടി, പ്രേമദൃഷ്ടി. ഇവിടെ അർജുനന്റെ ദൃഷ്ടി, അർജുനൻ സത്വഗുണിയാണെങ്കിൽ പോലും, ഭഗവാന്റെ ഭക്തനാണെങ്കിൽ കൂടിയും അജ്ഞാന ദൃഷ്ടിയിലൂടെയാണ് കൗരവരെ കാണുന്നത്. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കണം. ഇവിടെ അജ്ഞാനദൃഷ്ടി ആയതുകൊണ്ട് അജ്ഞാനദൃഷ്ടി എന്ന് പറയാൻ കാരണം അർജുനൻ പ്രത്യക്ഷമായിട്ട് കാണും, ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഇവിടെ ബുദ്ധി ഉപയോഗിക്കണമായിരുന്നു അർജുനൻ ബുദ്ധി ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് അർജുനൻ തളർന്നു പോകാൻ കാരണം. അപ്പോൾ 39ാമത്തെ ശ്ലോകം മുതൽ അർജുനൻ എന്തുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പറ്റാത്തുള്ള കാരണം പറയുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയാം. 30ാമത്തെ ശ്ലോകം പറയുന്നത്: കുലക്ഷയ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിവതി ഉദഹ. കുലം ക്ഷയിക്കുമ്പോൾ നമ്മളുടെ കുലം എന്തുകൊണ്ടാണ് കുലം ക്ഷയിക്കുന്നത്? ഇപ്പം അർജുനൻ പറയുന്നത് യുദ്ധം നടക്കുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലാവരും മരിക്കാൻ പോവുകയാണ്. അർജുനൻ ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ. സകലതും നശിക്കും, എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ, അതായത് തൻ്റെ വീട്ടിൽ പ്രായമുള്ള ആണുങ്ങളില്ലാത്ത വീട്ടിൽ, പുരുഷന്മാരില്ലാത്ത വീട്ടിൽ കുലം ക്ഷയിച്ചു പോകും. കുലം ക്ഷയിക്കുമ്പോൾ കുലധർമ്മ സനാതന പ്രണശ്യന്തി പറഞ്ഞാൽ നശിക്കുക. സനാതനമായിട്ടുള്ള, ഇവിടെ സനാതനം എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതല്ല, വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന. ഞാൻ ഉദാഹരണം പറയാം. അമൃത് കഴിച്ചാൽ മരണമില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും ഭാഗവത്തിൽ വായിച്ചിട്ടുള്ളതും. ആ അമൃത് ഭക്ഷിച്ചതാരാ? ദേവന്മാർ അമൃത് ഭക്ഷിച്ചതിന് ശേഷവും അസുരന്മാരെ ഭയക്കുന്നത് എന്തിനാ? നമ്മൾ ഭാഗവതം തുറന്ന് നോക്കുമ്പോൾ അസുരന്മാരെ ഭയന്നിട്ട് എപ്പോഴും പുള്ളി ഓടി ബ്രഹ്മാവിൻ്റെ അടുക്കൽ പോകുന്നു, ബ്രഹ്മാ വിഷ്ണുവിൻ്റെ അടുക്കൽ പോകുന്നു, എല്ലാം നമ്മൾ വായിച്ചിട്ടില്ലേ? ഇത് അമൃത് ഭക്ഷിച്ചതിന് ശേഷമാണല്ലോ. എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? കാരണം അമരത്വം ആർക്കും ഇല്ല. ദേവന്മാർക്ക് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവരുടെ ആ ശരീരം അവർ ഉപേക്ഷിക്കണം. പിന്നെന്തോ ആ ലോങ്ങിവിറ്റി വളരെ, അതായത് നമുക്കിപ്പോൾ 60-70 വർഷമാണെങ്കിൽ ജീവനാണെങ്കിൽ അവർക്ക് കുറഞ്ഞത് 10,000 വർഷമാണ്. അത് 10,000 ദിവ്യവർഷമാണ്. ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസമാണ്. നമ്മളുടെ 365 ദിവസം അവരുടെ ഒരു ദിവസമാണ്. നമ്മളുടെ 360 ദിവസം അവരുടെ ഒരു ദിവസമാണ്. അങ്ങനെയുള്ള, അപ്പോൾ ദേവനാട് ഒരു വർഷം എന്ന് പറയുമ്പോഴോ, അപ്പോൾ അങ്ങനെയുള്ളവരുടെ 10,000 വർഷങ്ങൾ എന്ന് പറയുമ്പോഴോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അത്രയും വലിയ ലോങ്ങിവിറ്റി ഉള്ളത് കൊണ്ടാണ് അതിന് അമരത്വം എന്ന് പറയുന്നത്. അല്ലാതെ അമരത്വം ആർക്കുമില്ല. അതേപോലെ തന്നെ ഇവിടെ സനാതനമായിട്ട് പരിപാലിച്ചു പോരുന്ന കുലധർമ്മം നശിക്കും എന്ന് പറയുന്ന അർത്ഥം തലമുറകളായിട്ട് പിന്തുടർന്നു കൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, നമുക്കത് ചർച്ച ചെയ്യാം. എൻ്റെ കുട്ടിക്കാലത്ത്, എനിക്കിപ്പോൾ 62 to 63 ഇയേഴ്സ്, എൻ്റെ കുട്ടിക്കാലത്ത് 10 വയസ്സ് സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്, നല്ല ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. എൻ്റെ അമ്മയുടെ വീട് കാർത്തിയപ്പള്ളിലാണ്, ഹരിപ്പാടിനടുത്ത്.
14 വയസ്സ് വരെ, അതായത് 7ാം ക്ലാസ് കഴിഞ്ഞ് 13 വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പുല്ലുവങ്ങര വന്നത്, NRPM സ്കൂളിൽ പഠിച്ചത്. ഈ സമയത്ത് വീട്ടിൽ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 നിലവിളക്ക് എന്നും കഴുകും, 2 സന്ധ്യയായ നിലവിളക്ക് കത്തിക്കും, 3 നിലവിളക്ക് കത്തിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവരും, അപ്പൂപ്പനൊഴികെ, അപ്പൂപ്പൻ അവിടെ ചാരികസരെ കിടക്കത്തേ ഉള്ളൂ, ബാക്കി അമ്മുമ്മ, കുഞ്ഞമ്മമാർ, എനിക്കത് 10-11 വയസ്സുള്ള ഓർമ്മ, നാമം ചൊല്ലാതെ വേറെ ആ വീട്ടിൽ വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആ വീട്ടിലല്ല, അടുത്തുള്ള വീട്ടിലെല്ലാം രാമനാമം ജപിക്കാതെ ആഹാരം വിളമ്പുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് നമ്മളുടെ ഇടയിൽ അതില്ല. രാമനാമം ജപിക്കുന്ന വീടുകളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടായിരിക്കാം. അപ്പം എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നത്? അതായത് ഇവിടെ സനാതനമായ കുലധർമ്മം എങ്ങനെയാണ് നമ്മൾ നശിച്ചത്? ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 80കളിലാണ് നമ്മളുടെ ഇടയിൽ ടെലിവിഷൻ പ്രചാരത്തിൽ വന്നത്. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. 82 ഏഷ്യൻ ഗെയിംസ്, 83 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ടെലിവിഷനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ടെലിവിഷൻ ഇല്ല. അടുത്തടുത്ത വീടുകളിലൊക്കെ ഏതെങ്കിലും അടുത്ത വീടുകളിലൊക്കെയാണ് ഒരു വീട്ടിലെ ടെലിവിഷൻ്റെ ഒരു 10-15 വീട്ടുകാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് കാണാൻ വേണ്ടി പോകും. അതുവരെ നമ്മളുടെ അമ്മമാർക്ക്, സൗര്യമാർക്ക് ടൈം പാസ് എന്ന് പറഞ്ഞാൽ മംഗളം, മനോരാജ്യം, മനോരമ, ഇങ്ങനെ കുറേ മാ ഇതുണ്ടായിരുന്നു. ഇതിനകത്തെല്ലാം ജോണിക്കുട്ടി, MA, MSc, MEd, പാവപ്പെട്ട കർഷകൻ, തോമാച്ചൻ കോടീശ്വരൻ, ഒരു മോള്, കാറിൽ പോകുമ്പോൾ വെള്ളം തിളപ്പിച്ച് ജോണിക്കുട്ടിയുടെ മുണ്ടയിലും വീഴുന്നു, 2 ചീത്ത വിളിക്കുന്നു, അവർ വന്ന് ചീത്ത വിളിക്കുന്നു, അടിയാകുന്നു, ബഹളമാകുന്നു, അത് ഇതാകുന്നു, പിന്നെ പ്രേമമാകുന്നു. ആയിരുന്നു ഇതൊക്കെ കഥ. അതിനൊരു അറിഞ്ഞു വന്നത് ഈ ടെലിവിഷൻ സീരിയൽ വന്നപ്പോഴാണ്. അപ്പോൾ ഈ ടെലിവിഷൻ സീരിയൽ തുടങ്ങുന്നത് വൈകിട്ട് ഒരു 6:30 വാർത്ത, അത് കഴിഞ്ഞ് 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 8:30-9 മണി വരെ ഈ നാമം ചെല്ലേണ്ട സമയത്താണ്. അപ്പോൾ ഈ അമ്മമാരെന്ത് ചെയ്യും? കുട്ടികളോട് പറയും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ട് നാമം ചെല്ലണം. അല്ലെങ്കിൽ അമ്മമാർ വിളക്ക് കത്തിച്ചിട്ട് മക്കളോട് പറഞ്ഞിട്ട് പോവും, നാമം ചെല്ലണം, അമ്മ ദാ വരുന്നു. അപ്പോൾ അമ്മയും വീട്ടിലുള്ള വേറെ പ്രായമായ സ്ത്രീകളുണ്ടെങ്കിൽ, കൂടുതൽ സ്ത്രീകൾ, പുരുഷന്മാർ പോകാറുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പോൾ ഇവർ അടുത്ത വീട്ടിൽ ടെലിവിഷൻ കാണുമ്പോൾ കാണുന്നതോ ഈ സീരിയൽ, കുടുംബ വഴക്ക്, അമ്മായി അമ്മ മരുമക്കളുമായിട്ടുള്ള വഴക്ക്, ഇത് കണ്ടിട്ട് ഇങ്ങനെ താടിയും കൊടുത്ത് കൈക്കും കൊടുത്ത് അതിലൊന്ന് കണ്ടിട്ട് തീരുന്നത് എങ്ങനെയാണ്? ജോണിക്കുട്ടി കത്തിയെടുത്ത് കുത്താനായിട്ട് ഓങ്ങി, ഇനി അടുത്ത ആഴ്ചയിൽ അറിയത്തുള്ളൂ കുത്തോ ഇല്ലെന്നുള്ളത്. അപ്പം ആകാംക്ഷയാണ്. അപ്പം ഈ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇതും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേരെന്താ ചെയ്യുന്നത്? പിള്ളേർ നാമമൊന്നും ചെല്ലത്തില്ല, 1-2 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, തീപ്പെട്ടി ഒഴിച്ച് കത്തിക്കുക, ചന്ദനത്തി കത്തിക്കുക, അല്ലെങ്കിൽ വേറെ പേപ്പർ കത്തിച്ച് ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് ഇവർ വരും, നാമം ചൊല്ലിയോടാ, അല്ലെ നാമം ചൊല്ലിയോടി, ചൊല്ലി ആഹാരം കഴിച്ച് കിടന്നു. ഇത് ഞാൻ പറഞ്ഞത് 80കളിലാണ്. 90കളുടെ ഒരു ആദ്യ പകുതികൾ, 93-96 ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ടെലിവിഷൻ വരാൻ തുടങ്ങി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ സീരിയൽ കണ്ട് നിർത്തിയതാണ്. അപ്പോൾ അതിനും വിടാൻ പറ്റില്ല, കാര്യം ജോണിക്കുട്ടി കുത്തൂലെന്നൊക്കെ അറിയണ്ടേ, അല്ലെങ്കിൽ അമ്മിക്കുട്ടിയും മറ്റൊരായിട്ടുള്ള വിവാഹം നടക്കുമെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ വൈകുന്നേരം ആകുന്ന ഉടനെ ഇവിടെ മുമ്പിരിക്കും. അപ്പോൾ ഇവിടെ മക്കളോട് വിളക്ക് കത്തിക്കാൻ പറയാൻ ഭയമാണ്, കാര്യം വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും പോയി ഇരുന്നിട്ട് നാമം ചെല്ലണം. അപ്പം അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് പറയുന്നത് വിട്ടു അവിടുന്ന്. അപ്പോൾ മക്കളുമായിട്ട് ഇരുന്നിട്ട് TV കാണും, അമ്മയും കാണും, 8-9 മണി TV കാണും. പിള്ളേർ പഠിച്ചാൽ പഠിച്ചു, ഇല്ല അല്ലെ പിള്ളേരെ റൂമിലിട്ട് പൂട്ടും, പഠിച്ചോളാൻ പറയും, ഇവരിന്ന് TV കാണും. ക്രമേണ നമ്മളുടെ ആ സനാതനമായ ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചു, പ്രണശ്യതി. അതായത് തലമുറകളായിട്ട് നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആ സന്ധ്യാസമയത്ത് നാമം ചൊല്ലും. സന്ധ്യയ്ക്ക് എന്താ നാമം ചൊല്ലുന്നത്? സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധിപ്പിക്കുന്നത് എന്തോ അത് സന്ധ്യ. പകലിനെയും രാത്രിയും കൂടെ സന്ധിപ്പിക്കുന്ന സമയത്താണ് സന്ധ്യ എന്ന് പറയുന്നത്. 3 സന്ധ്യകളുണ്ട്: പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പ്രഭാത സന്ധ്യക്കാണ് സന്ധ്യ എന്ന് പറയും, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായാം സന്ധ്യ. യുഗങ്ങൾ തമ്മിൽ യോജിക്കുന്നതിന്, അതായത് കലിയുഗവും ദ്വാപരയുഗവും തമ്മിലുള്ള, അല്ലെങ്കിൽ ദ്വാപരയുഗവും കലിയുഗവും തമ്മിലുള്ള യോജിപ്പിക്കുന്ന യുഗസന്ധ്യ എന്ന് പറയും. ഈ സന്ധ്യാസമയത്ത്, അതായത് സായാം സന്ധ്യയ്ക്ക്, വൈകുന്നേരത്തുള്ള സന്ധ്യയ്ക്കാണ് ശിവഗണങ്ങൾ കറങ്ങാൻ ഇറങ്ങുന്നത്. ശിവഗണങ്ങൾ രാവിലെ ദേവീദേവതമാരും വൈകിട്ട് ശിവഗണങ്ങൾ ഇറങ്ങും. അപ്പം ഏതൊരു വ്യക്തിയാണോ ആ സമയത്ത് തെറ്റായ കാര്യങ്ങൾ, തെറ്റായ എന്ന് പറയാം, അബോബിനുള്ള ആക്ടിവിറ്റീസ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ പെട്ടെന്ന് മലയാളം ഒക്കെ, അത് അധർമ്മ കാര്യങ്ങൾ ചെയ്യാം, മദ്യപിക്കുക, സ്ത്രീ പുരുഷ ബന്ധം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന അവരെ ശിവൻ ശപിച്ചിട്ട് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പണ്ടത്തെ അമ്മമാരൊക്കെ പറയാം, സന്ധ്യാസമയത്ത് ത്രിസന്ധ്യ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സന്ധ്യ ഇത് ചെയ്യരുത്, വർഷത്തിൽ വെള്ളം വെക്കുക, ഇതൊക്കെ അന്നത്തെ അമ്മമാരും ഒക്കെ പറയായിരുന്നു. അപ്പോൾ സന്ധ്യാസമയത്തുള്ള നമ്മളുടെ ആ ഈശ്വരഭക്തി ഇല്ലാതായതുകൊണ്ട് കൂടി
99% വീടുകളിലെ ഐശ്വര്യങ്ങൾ നശിച്ചു. ഇന്നാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉള്ളത്, ആത്മഹത്യ ഉള്ളത്, വീടുകളിൽ വഴക്കുള്ളത്, അടിയുള്ളത്, ഇതുള്ളതൊക്കെ. ആ കാരണം ഇതാണ്. അപ്പൊ ഇവിടെ അർജുനൻ പറഞ്ഞാണ് കുലക്ഷയ പ്രവശന്തി കുലധർമ്മ സനാതന. കുലം ക്ഷയിക്കുമ്പോൾ സനാതനമായിട്ട് തലമുറകളായിട്ട് നമ്മൾ തുടർന്നു കൊണ്ടിരുന്ന ധർമ്മങ്ങൾ, കുലത്തിന്റെ ധർമ്മങ്ങൾ നശിച്ചാലോ ധർമ്മേ നഷ്ട, ആ ധർമ്മം നശിക്കും. കുലം കൃഷ്ണ അധർമ്മോ അഭിവക്തിത. അർജുനൻ പറയുന്നത് അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കും. ഇപ്പം ഞാൻ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ അപ്പം കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരെല്ലാം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കുലധർമ്മം ഇല്ലാതായി കഴിഞ്ഞ ഉടനെ പിന്നത്തെ തലമുറ, ചെറിയ തലമുറ, അവർ അധാർമിക കാര്യങ്ങളിൽ ഏർപ്പെടും. ഇന്നത്തെ കുട്ടികൾ എന്തുവാണ്? മയക്കുമരുന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് മദ്യപാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സതിന് വയസ്സുള്ള ആൾക്കാർ, ഇച്ചിരി കുളവേറൊക്കെ ഉള്ളവർ, അവരൊക്കെയായിരുന്നു കള്ളുകുടിയന്മാർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഇന്നും ടീനേജ് പിള്ളേരും മയക്കുമരുന്ന് അടിമയുള്ള കാരണം എന്താ? കുലധർമ്മം നശിച്ചു. അതിനുശേഷം പറയുന്നത് അധർമാഭിഭവാത് കൃഷ്ണ പതുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണയ ജായതേ വർണ്ണസങ്കര. എന്താ അർജുനന്റെ ആ വിഷം നോക്കുക. അല്ലയോ കൃഷ്ണ, ഇവിടെ അധർമ്മം വന്ന എവിടെയാണ്? അതായത് ആ സ്റ്റെപ്പ് നോക്കുക. ആദ്യം അർജുനൻ പറഞ്ഞത് കുലം ക്ഷയിച്ചു, കുലധർമ്മങ്ങൾ ക്ഷയിച്ചു. ധർമ്മം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തെ തലമുറ, പുതിയ തലമുറ അധാർമിക കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അധാർമിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോഴോ സ്ത്രീകൾ ദുഷിച്ചു പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അർജുനൻ. സ്ത്രീകൾ ദുഷിച്ചു പോയാലോ വിഷ്ണുകുലത്തിൽ ഭഗവാനെ കൃഷ്ണൻ വിളിക്കുന്നത് വാഷ്ണയാണ്. വാഷ്ണ എന്ന് പറയാൻ വിഷ്ണുകുലത്തിൽ പിറന്നവനെ. അങ്ങനെ സംഭവിച്ചാൽ, സ്ത്രീകൾ ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. അതായത് അച്ഛനില്ലാത്ത കുട്ടികൾ ജനിക്കും, ജാരസന്തതികൾ ജനിക്കും. എന്ത് കാതലായിട്ടാണ് അർജുനൻ ചിന്തിക്കുന്നത്. നോക്കുക, അർജുനന്റെ ആ വിഷൻ നോക്കുക. അർജുനൻ കാണുന്നത് ഇവരെ യുദ്ധത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയധികം ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാജ്യം കിട്ടും. അതായത് ദുര്യോധനൻ കാണുന്നത് എനിക്ക് രാജ്യം കിട്ടും, രാജ്യസുഖം കിട്ടും. അർജുനൻ വിചാരിക്കുന്നത് അതല്ല. അത് കഴിഞ്ഞാലും പറയും 41-ാമത്തെ ശ്ലോകത്തിന് സങ്കരോ നരകേവ കുലജ്ഞാനം കുലശ്ച പതന്തി പിതരോഹി യേശാം ലുപ്തപിണ്ഡോദക്രിയ. സുഖമായിട്ട് ആവശ്യമില്ലാത്ത ജനവർദ്ധന ഉണ്ടായാൽ, ആവശ്യമില്ലാത്ത ജനവർദ്ധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കര, അതായത് അനാഥ കുട്ടികളുണ്ടായാൽ, അച്ഛൻ ഇല്ലാത്ത കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങളും കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരതുല്യമാകുന്നു. അവർക്ക്, അതായത് ഈ കുട്ടികൾ ജീവിതം നരതുല്യമാണ്. അതായത് ഒരു വീട്ടിൽ ഒരു കുട്ടി പിഴച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ എല്ലാവർക്കും അത് അനുഭവിച്ചേ പറ്റൂ. എനിക്കൊന്ന് ഭാഗവത്തിൽ ചിത്രകേതുവിന്റെ കഥയിലാണെന്ന് ചിത്രകേതുവിന്റെ അല്ല, വേണിയുടെ അച്ഛൻ്റെ പേര് ഓർമ്മ. അതിനകത്ത് പറയുന്നത്, ഭാഗവത്തിൽ പറയുന്നത്, വഴിപിഴച്ച സന്താനങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് സന്താനങ്ങൾ ഇല്ലാതിരിക്കാൻ. ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിഴച്ച കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ജീവൻ നരക തുല്യമാകും. കുട്ടികളില്ലെങ്കിൽ ദുഃഖമുണ്ടല്ലോ, കുട്ടികളില്ലാത്ത ദുഃഖമേ ഉള്ളൂ. അതേസമയം കുട്ടികൾ പിഴച്ചു പോയാലോ? അതാണ് ഇവിടെ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ജനവർദ്ധന ഉണ്ടായത്. ആവശ്യമില്ലാത്ത ജനവർദ്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സങ്കര കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകും. കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന നല്ല ആൾക്കാർക്കും കുലപാരമ്പര്യം കളഞ്ഞു കുളിച്ചവർ ഈ തലമുറയ്ക്കും നരകതുല്യമാകും ജീവിതം. അധപ്പതിച്ച കുടുംബങ്ങളുടെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദക്രിയ കിട്ടായികൾ അധപ്പതിക്കും. നമ്മൾ മരിച്ചു കഴിയുമ്പം നമുക്ക് അലകലക ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് പിതൃലോകം. പിതൃലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആത്മാക്കൾക്ക് പെട്ടെന്ന് ശരീരം കിട്ടുന്നില്ല, പല കാരണം അവർ പിതൃലോകത്ത് പോകും. പിതൃലോകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എല്ലാ വർഷങ്ങളും അല്ലെങ്കിൽ വാവിനൊക്കെ ബലിയിടുന്നത്. ഇതിനകത്തൊക്കെ ഭയങ്കര അർത്ഥങ്ങളുണ്ട്, ഭയങ്കര ആവശ്യങ്ങളുണ്ട്. പലരും ചോദിക്കാറുണ്ട്, മരിച്ചു പോലെ എങ്ങനെ കഴിക്കും, കാക്ക കഴിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് കിട്ടും. ഇതിനൊക്കെ നമ്മളുടെ ഗരുഡപുരാണത്തിലും അങ്ങനെ പല പുരാണങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകതകൾ എന്താണ്, അതുകൊണ്ട് ആത്മാക്കൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സമയമില്ല. ഇപ്പം ഇവിടെ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ, മരിച്ചുപോയവർക്ക് കാലം തോറും പിണ്ടമോ ഉദക്രിയോ കിട്ടായികൾ അവർ അധപ്പതിക്കും. അവർക്ക് നീചയോനിയിൽ ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ എവിടുന്നാണ് ഇത് തുടങ്ങിയെന്ന് ആലോചിക്കണം. അർജുനൻ 8 സ്റ്റെപ്പാണ് പറയുന്നത്. അത് നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് അർജുനൻ പറയുന്നത്
കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്ന ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കളുണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഇതുവരെ അർജുനൻ പറഞ്ഞത് കുടുംബത്തിനെ കുറിച്ചും കുലത്തിനെയും കുറിച്ചാണെങ്കിൽ അർജുനൻ ഇവിടെ പറഞ്ഞ സമൂഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ കുടുംബ പാരമ്പര്യം നശിക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറ ഏത് തലമുറയാണോ അധപ്പതിച്ചു പോയത് ആ തലമുറ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ, അവർക്കും ഉണ്ടാകുന്ന കുട്ടികൾ ആർക്കും വേണ്ട ശിശുക്കൾ എന്ന് പറഞ്ഞാൽ സങ്കര ശിശുക്കൾ എന്നാണ് പറഞ്ഞത്. തന്മൂലം അതിനാൽ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങൾ, അതായത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നു. ഇപ്പം ഇന്നത്തെ കുട്ടികൾ എന്താ എവിടെയെങ്കിലും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നു, മയക്കുമരുന്ന് അടിമകളാണ്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും ഒരു വായനശാല ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും വായനശാല കാണാനുണ്ടോ? ആവശ്യമില്ല. കാരണം അവർക്ക് മൊബൈലാണ്. മൊബൈൽ അവരതല്ല നോക്കുന്നെങ്കിൽ കൂടി വായനശാല ഉണ്ടാക്കാൻ ആരും പോകത്തില്ല. അന്നൊക്കെ വായനശാല ഉണ്ടായിരുന്നു. കുട്ടികൾ ഒന്നിച്ചു കൂടുമായിരുന്നു, അത് ഡിസ്കഷൻ ചെയ്യുമായിരുന്നു, ബുക്കുകൾ വായിക്കുമായിരുന്നു, ന്യൂസ് പേപ്പറുകൾ വായിക്കുമായിരുന്നു, അവരവിടെ ഗെയിമുകൾ ഓർഗനൈസേഷൻ ചെയ്യുമായിരുന്നു, വാർഷികങ്ങൾ നടത്തുമായിരുന്നു, സമൂഹത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് അവരൊക്കെ ഓടിച്ചെല്ലുമായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ഇന്നത്തെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ പേര് പോലും അറിയില്ല. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് അവിടെ ആണെന്നെങ്കിൽ ഒരു വിവാഹം പോലും ഉണ്ടായാലും ആ ഗ്രാമത്തിൽ ഉത്സവമായിരുന്നത്. ഒരു 4-5 ദിവസം എല്ലാവരും അവിടെയായിരിക്കും, എല്ലാവരും ഒന്നിച്ച് ചേർന്ന്. അന്ന് കാറ്ററിംഗ് സർവീസ് ഒന്നുമില്ല. പാചകക്കാർ വന്നു കഴിഞ്ഞാൽ പാചകക്കാരെ ഹെൽപ്പ് ചെയ്യാൻ അടുത്തുള്ള സ്ത്രീകളെല്ലാം ചെല്ലുന്നു, വെള്ളം കോരാൻ കുട്ടികൾ ചെല്ലുന്നു, തേങ്ങ തിരികെ കൊടുക്കുന്നു. ഒരു ഉത്സവമായിട്ട് കണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അർജുനൻ പറയുന്നത് അങ്ങനെ ശിശുക്കളുണ്ടാകുമ്പോൾ, അതായത് തെറ്റായ ശിശുക്കളുണ്ടാകുന്ന ഉടനെ സാമൂഹ്യ മര്യാദകളില്ലാതെ വരും, സമൂഹത്തിൻ്റെ പുരോഗമനങ്ങളില്ലാതെ വരും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടു. അതെല്ലാവർക്കും കിണർ ഡിപ്പെൻഡായിരുന്നു. അപ്പോൾ 6-7 കുട്ടികൾ ചേർന്നിട്ട് ഒരു 5-6 വീട്ടിലെ കിണറ്റിൽ വെള്ളം കോരി കൊടുക്കുമായിരുന്നു. അവർ ഏത്തക്കായ ചായ എന്തെങ്കിലും കൊടുത്താൽ അതിന് കൂലിയൊന്നുമില്ല. എല്ലാവരും അവൽ നനച്ചതോ ഏത്തക്കായ അത് മതി. ഒരു രസമായിരുന്നു. ആ സ്കൂൾ അടച്ച സമയത്ത് ഇപ്പോഴല്ലേ ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് എല്ലാ കിണറ്റിലും വെള്ളം കോരി കൊടുക്കുക, ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ചെയ്യുന്നില്ല. അല്ലയോ ജനാർദ്ദന, കുലധർമ്മം നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുന്നു. ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. അർജുനൻ പറയുന്നത് ഉത്സന്നകുല ധർമാണാം മനുഷ്യാനാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി ഇതി അനുശുശ്രുമ. അപ്പം അല്ലയോ അർജുന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക്, അവിടെ കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർ ആരാണ്? അർജുനൻ പറഞ്ഞ ഞാൻ മൂലമാണ് കുലധർമ്മം നശിക്കുന്നത്. കാരണം ഞാൻ അവരുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ യുദ്ധത്തിൽ ഞാൻ വധിക്കുമ്പോൾ അവരുടെ സ്ത്രീകൾ ദുഷിച്ചു പോകും, കുലധർമ്മങ്ങൾ ഇല്ലാതാകും, വർണ്ണസങ്കരങ്ങൾ എന്താ പറയുക ജാരസന്തതികൾ ഉണ്ടാകും. ആ സന്തതികൾ കുലധർമ്മങ്ങൾ പാലിക്കില്ല, പിതൃകൾക്ക് പിണ്ടോദ ക്രിയ ചെയ്യില്ല, അവർ സമൂഹത്തിനെ നശിപ്പിക്കും, സമൂഹത്തിലെ പുരോഗമന പ്രവൃത്തികൾ ഇല്ലാതാക്കും. ഇതിനെല്ലാം കാരണക്കാരനെ ഞാൻ. അങ്ങനെയുള്ള വ്യക്തികൾ നിത്യ നരകത്തിൽ ജീവിക്കേണ്ടി വരുന്നു. ഗുരുപരമ്പര വഴി, ഇവിടെ ഗുരുപരമ്പര എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അർജുനൻ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ല ഞാൻ പറയുന്നത്. ഗുരുപരമ്പര വഴി എന്ന് പറയുമ്പോൾ അത് ശാസ്ത്ര അടിസ്ഥാനമാണ്. ശാസ്ത്ര അടിസ്ഥാനമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഗുരുപരമ്പരയിലൂടെ കേട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുപരമ്പരയിലൂടെ കേട്ട കാര്യങ്ങൾ വഴി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ജന്മം നശിച്ചു പോകും, ഞാൻ നിത്യ നരകത്തിൽ പോകും. ഇവിടെ അർജുനൻ പറയുന്നത് 44-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അഹോബത് മഹത് പാപം കർത്തും വ്യവസിത വയം യത് രാജസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. കൃഷ്ണ, കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. രാജ്യം നേടി സൂഹിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? സ്വന്തം ജനങ്ങളെ കൊല്ലിട്ട് എന്ത് വേണം? ഇതൊക്കെ വേണോ? ധാർത്തരാഷ്ട്രന്മാരോട്, അതായത് കൗരവന്മാരുടെ പൊരുന്നും ഭേദം നിരായുധനായി പ്രതിരോധത്തിൽ ഒരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുന്നതാണ്. ഇവിടെ അർജുനൻ പറയുന്നത് എനിക്കിനി രാജ്യം വേണ്ട, സുഖം വേണ്ട, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും പിതാക്കന്മാർക്ക് തുല്യമായവരെ വധിച്ചിട്ടുള്ള സുഖം എനിക്ക് വേണ്ട കൃഷ്ണ. ഈ കൊടും പാതകം എനിക്ക് ചെയ്യാൻ വയ്യ, എന്നെ വെറുതെ വിടുക. ഞാൻ നിരായുധനായിട്ട് ഈ അർജുനൻ സേനയോരുപേറുമത്തെ രഥം സ്ഥാപയമേ അച്യുതെന്ന് പറഞ്ഞപ്പം യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയിട്ട് രഥത്തിൽ അർജുനൻ സേനയുടെ ഇടയിൽ പോകുമ്പോൾ പാണ്ഡവരും കൗരവരും അത്ഭുതത്തോടെയാണ് നോക്കുക. എന്ത് അതിശയം, ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത്? ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആർക്കും അർജുനനെ വധിക്കാം. കൃഷ്ണൻ കൂടി ഉണ്ടായി നടക്കില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ആ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരെയും വധിക്കാമല്ലോ. അപ്പം അർജുനൻ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ട് പാണ്ഡവർ കണ്ണുകളിൽ നിൽക്കാണ്, കൗരവർ ഭയന്നു പോയി. ഇവരെന്താ ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരുക്കം കണ്ട് പാകിസ്ഥാൻ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് കടലിൽ കൂടി ആക്രമിക്കോ, കരയിൽ കൂടി ആക്രമിക്കോ, ആകാശമാർഗമായിരിക്കോ ആക്രമിക്കോ എന്ന് പറയാൻ കഴിയുന്നില്ല. അത് POK പിടിച്ചെടുക്കുമോ, ഇനി കറാച്ചിയിൽ ആക്രമിക്കുമോ, അതോ ഉഗ്രവാദികളെ മാത്രമായിട്ട് വധിക്കാൻ അറിയത്തില്ല. കൺഫ്യൂഷൻ നിൽക്കുക. കൺഫ്യൂഷൻ അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല, അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുപോലെ അർജുനൻ പോയി കഴിഞ്ഞപ്പോൾ കൗരവരിക്കുന്നത് എന്താണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്?
അപ്പോൾ ഇവിടെ അർജുനൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ നിരാശനായിട്ട് ഇവിടെ നിന്നു കൊടുക്കുക, അവരെന്നെ കൊന്നുകൊള്ളട്ടെ, അപ്പോൾ അവർ ജയിച്ചു കൊള്ളട്ടെ, എനിക്കൊന്നും വേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അർജുനൻ പറയുന്നത്. എന്നിട്ട് 46-ാമത്തെ ശ്ലോകം, അതായത് ആദ്യത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം 46-ാമത്തെ ശ്ലോകം. സഞ്ജയൻ പറഞ്ഞു, ഏവം ഉക്ത അർജുന സംഖ്യേ, സഞ്ജയ് വാച, ഏവം ഉക്ത അർജുന സംഖ്യേ രഥോ ഉപസ്ഥ ഉപാവിശത് വിസർജ്യ ശശരഞ്ജാവും ശോക സംവിഘ്നമാനസ. സഞ്ജയൻ ധൃതരാഷ്ട്രന് പറയാണ്, അർജുന രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി രഥത്തിലിരുന്നു. ധൃതരാഷ്ട്ര മനസ്സിൽ ലഡു പൊട്ടി. കാര്യം അർജുനൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവർ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും യുദ്ധം ചെയ്യുന്നത്? ഇപ്പോൾ ധൃതരാഷ്ട്ര ഉള്ളിൽ ലഡു പൊട്ടി. കാരണം ഇത് ധൃതരാഷ്ട്രം കാണുന്ന ഏത് ദൃഷ്ടിയാണ്? അജ്ഞാന ദൃഷ്ടിയാണ്. അർജുനന്റെ അജ്ഞാന ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് സത്വഗുണത്തിൽ നിന്നുണ്ടായതാണ്. ധൃതരാഷ്ട്രയുടെ ദുര്യോധന്റെ അജ്ഞാന ദൃഷ്ടി എന്ന് പറഞ്ഞാൽ രജഗുണത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പം 46-ാമത്തെ അധ്യായം തീരുമ്പോൾ നമ്മൾ കാണുന്നത് മാനസികമായി തളർന്ന അർജുനൻ, ശാരീരികമായിട്ട് മാനസികമായി തളർന്ന അർജുനൻ രഥത്തിലിരിക്കുകയാണ്. ഈ അർജുനന് ഇനിയും 2-ാമത്തെ അധ്യായമാണ്. നമ്മുടെ അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല, കാരണം ഏകദേശിയാണ്. വ്യാഴാഴ്ച ഏകദേശം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഫുൾ ടൈം നാമജപവും റീഡിങ്ങും ഒക്കെ ആയിട്ട് പോകും. അപ്പം അതായത് അർജുനൻ ഇവിടെ മാനസികമായിട്ട് തളർന്നിരുന്നു. മാനസികമായിട്ട് തളർന്ന അർജുനൻ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ആവുകയാണ്. എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരണം. കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമിത്തം ധർമ്മ സമൂഢച്ഛേദ യശ്രേയ നിശ്ചിതം സ്വാതിമാം പ്രവന്നെ, യശ്രേയം നിശ്ചിതം സ്വാതിമാം പ്രവന്നെ അങ്ങനെ ശ്ലോകം ഓർമ്മ. കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമിത്തം ധർമ്മ സമൂഢച്ഛേദ യശ്രേയ നിശ്ചിതം ദൂഹിതന്മ ശിഷ്യത്തെ അഹം സ്വാതിമാം താം പ്രവന്നെ. എൻ്റെ മനസ്സ് തളർന്ന് ശരി ഏത് തെറ്റെന്നറിയ അവസ്ഥയിൽ ഞാൻ മാനസികവും ശരീരവുമായിട്ട് തളർന്നിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ ഒരു ശിഷ്യനായി സ്വീകരിച്ച് കൃഷ്ണ, അങ്ങ് എനിക്ക് ഹിതപരമായ ശ്രേയസ്സായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിതമായിട്ട് കറക്റ്റായിട്ട് എന്താണ് എനിക്ക് ശ്രേയസ് പറഞ്ഞു തരാൻ പറയുന്നു. അത് കഴിഞ്ഞാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. അതുപോലെ ഭഗവാൻ ഗീത ഉപദേശിക്കുന്നില്ല. അതായത് അർജുനൻ ഇത്രയൊക്കെ ശാസ്ത്രത്തിനെക്കുറിച്ചും പുരാണത്തിനെക്കുറിച്ചും ഗുരുകളെക്കുറിച്ച് അറിവുകളൊക്കെ ഇൻഫോമൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ഭഗവാൻ മിണ്ടാതെന്നെല്ലാം കേട്ടു. ഏത് സമയത്ത് അർജുനൻ കൃഷ്ണന്റെ മുമ്പിൽ ടോട്ടൽ കീഴടങ്ങി സറണ്ടറായി, ആ സമയത്ത് അർജുനന്റെ ഭഗവാൻ സ്വീകരിച്ചു, 2 കൈ നീട്ടി. ഇതേപോലെ നമ്മൾ കൃഷ്ണന്റെ മുന്നിൽ ചെന്ന്, കൃഷ്ണ ഞാൻ നിന്റെയാണ്, എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല, ശരി ഏത് തെറ്റെന്ന് എനിക്കറിയില്ല, എനിക്ക് വേണ്ട മാർഗനിർദ്ദേശം നീ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൃഷ്ണൻ നമ്മളെ സ്വീകരിക്കുള്ളൂ. കൃഷ്ണൻ 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ മാം ഏക ശരണം വ്രജ. നിങ്ങൾ എൻ്റെ എല്ലാ ധർമ്മവും വെടി അർജുന. കാരണം മുഴുവൻ ഭഗവത്ഗീത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും കൺഫ്യൂഷനായി. അർജുനൻ വീണ്ടും കൺഫ്യൂഷൻ എന്താണ്? അത് ജ്ഞാനയോഗം പറഞ്ഞു, കർമ്മയോഗം പറഞ്ഞു, ധ്യാനയോഗം പറഞ്ഞു, അഷ്ടാംഗയോഗം പറഞ്ഞു, ഭക്തിയോഗം പറഞ്ഞു. ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനായപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിട്, സർവധർമ്മൻ പരിത്യജ, എല്ലാം ത്യജിക്കുക. പിന്നെന്താ വേണ്ടേ? മാം ഏക ശരണം, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അഹം, ഞാൻ, ത്വാം, നിന്റെ, എല്ലാ ഭാവവും ക്ഷമിച്ചോളാം, മാത്രമല്ല മോക്ഷവും തരാം. പിന്നെന്താ വേണ്ട ഒരു മനുഷ്യന്? അപ്പം നമ്മൾ കൃഷ്ണഭക്തിയുടെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഭക്തിയിൽ കൃഷ്ണനെ മാത്രം സ്വീകരിക്കുക. ഏത് സമയത്ത് ദ്രൗപദി വസ്ത്രാക്ഷേപം നടത്തിയോ, ദ്രൗപദി പാണ്ഡവരെ നോക്കി, കൗരവരെ നോക്കി, ബാക്കി അവിടെ ഇരുന്ന എല്ലാവരെയും നോക്കി, വിഷ്ണു പിതാമരെ നോക്കിയെന്ന് പറഞ്ഞാൽ നോക്കി പ്രാർത്ഥിക്കണം. അവർ പറയാണ്, ഇത് തെറ്റാണ് ചെയ്യുന്നത്, ഞാൻ കുലസ്ത്രീയാണ്, എൻ്റെ വസ്ത്രാക്ഷം ചെന്ന് കൃഷ്ണന്റെ ദ്വാരകയിരുന്ന് ചൂത് കളിക്കുകയായിരുന്നു രുക്മിണിയായിട്ട്. രുക്മിണി ദേവി പറയുന്നുണ്ട്, അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തിയാണ് അവിടെ അപമാനിക്കപ്പെടുന്നത്. കൃഷ്ണൻ ഒരു പുഞ്ചിരി മാത്രം. കാരണം ഒരിക്കൽ പോലും കൃഷ്ണ എന്ന് വിളിച്ചില്ല, കൃഷ്ണനെ അഭയം പ്രാപിച്ചില്ല. ഒരു കൈകൊണ്ട് സാരിയെ പിടിച്ചിരിക്കുകയാണ്. 10,000 ആനയുടെ ബലമുള്ള ദുശാസനെ ഈ അപരിയായ സ്ത്രീ സാരിയെ പിടിച്ചിട്ട് എങ്ങനെ നിൽക്കാനാണ്? ഈ സാരിയിൽ നിന്ന് കൈ വിട്ട് 2 കൈയും ആകാശത്തിലേക്ക് ഉയർത്തി ഹേ ഗോവിന്ദ, ഹേ ഗോപാല എന്ന് വിളിച്ച അതേ സമയം കൃഷ്ണൻ വസ്ത്രരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തിയുടെ മാനം രക്ഷിച്ചു. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ച് കൃഷ്ണഭക്തി പോയ കൃഷ്ണൻ തിരിഞ്ഞു നോക്കത്തില്ല. സർവധർമാൻ പരിത്യജ്, ഞാൻ പറയുന്നതല്ല, കൃഷ്ണൻ ഭഗവതിൽ 18-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. എല്ലാ ധർമ്മവും പിടിച്ചിട്ട് അവിടെയും പോയി ഇവിടെയും പോയി, അവിടെ തേങ്ങ ഉടച്ച് ഇവിടെ വിളക്കും കത്തിച്ച് മറ്റവരുടെ ഇതും ചെയ്തിട്ട് കൃഷ്ണൻ എടുക്കപ്പെടുന്ന കൃഷ്ണൻ തിരിഞ്ഞു നോക്കത്തില്ല.
സ്വന്തം ഏറ്റവും വലിയ ഭക്തിയായ ദ്രൗപതിയെ നോക്കിയില്ല, പിന്നെ നമ്മളെപ്പോലുള്ളവർ എങ്ങനെ നോക്കുന്നത്? ദ്രൗപതിയുടെ ഒരു പേര് കൃഷ്ണ എന്നാണ്. അതായത് ഏറ്റവും വലിയ കൃഷ്ണഭക്തി വിളിക്കുന്ന പേരാണ് കൃഷ്ണ എന്നുള്ളത്. ആ ദ്രൗപതിയെ നോക്കാത്ത കൃഷ്ണൻ നമ്മളെ നോക്കുന്ന വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസികമായി തളർന്ന അർജുനൻ 18-ാം അധ്യായത്തിൽ 73-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നഷ്ടമോഹ സ്മൃതിർലപ്ത, എൻ്റെ മോഹങ്ങൾ നഷ്ടപ്പെട്ടു. മോഹം എന്ന് പറഞ്ഞാൽ എന്തുവാണ് അർത്ഥം? ഒരു ഭ്രാന്തമായ അവസ്ഥയ്ക്കാണ് മോഹം എന്ന് പറഞ്ഞാൽ. ശരി എന്ത് തെറ്റാണെന്നറിയാത്ത നഷ്ടമോഹം. സ്മൃതി തിരിച്ചു കിട്ടി. എൻ്റെ സ്മൃതി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ പരമാത്മാവിൻ്റെ അംശമായി വെറും ഒരു ആത്മാവാണ്, ശരീരമല്ല. ദേഹാത്മബുദ്ധിയിൽ നിന്ന് ഉണ്ടായ എൻ്റെ മോഹങ്ങൾ നഷ്ടപ്പെട്ടു. കരിഷ്യേ വചനം നഷ്ടമോഹ സ്മൃതിപ്രസാദ അച്യുത അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ കരുണ കൊണ്ട്, അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ മോഹങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ സ്മൃതി ലഭിച്ചു കിട്ടി. കരിഷ്യേ വചനം തവ, അങ്ങ് എന്ത് പറയുന്നു? ഇവരെ കൊല്ലണോ, തിന്നണോ, ചുടണോ, എന്ത് പറയുന്നു അത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പം അതേപോലെ നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ, ശരികളും തെറ്റുകളും അറിയാതെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ, വിഷാദം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭഗവാനെയും ഭഗവതിയെ അഭയം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പറയാൻ പറ്റും, കൃഷ്ണ ഐ ആം യുവേഴ്സ്, ഞാൻ നിൻ്റെയാണ്, യു ആർ മൈൻ, നീ എൻ്റേതാണ്, എനിക്ക് നീ അല്ലാതൊരു ശരണമില്ല, എനിക്ക് ശരിയായി തെറ്റെന്നറിയത്തില്ല, അങ്ങ് പറഞ്ഞുതരാൻ. അപ്പോൾ നമുക്ക് അടുത്ത വ്യാഴാഴ്ച ക്ലാസ് ഇല്ല, കാരണം ഏകാദശി. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വ്യാഴാഴ്ച എന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-ാമത്തെ അധ്യായം തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ അധ്യായം ഇവിടെ തീർന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.